കുന്നംകുളം ഹെർബർട്ട് റോഡിലെ ബസ് ടെർമിനലിലേക്ക് പുതിയ വഴി നിർമ്മിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കോൺഗ്രസ് കൗൺസിലർമാരുടെ ബഹളത്തിനിടെ യോഗം പിരിച്ചുവിട്ടു. ഹെർബർട്ട് റോഡിലെ ഫുട്പാത്തിനോട് ചേർന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തുനിന്ന് കാൽനടയാത്രക്കാർക്ക് പ്രവേശിക്കുന്നതിന് 2 മീറ്റർ വീതിയിൽ ചവിട്ടുപടികൾ സ്ഥാപിക്കുന്നതിനും ബാക്കിയുള്ള ഭാഗത്ത് 30 മീറ്റർ നീളത്തിൽ മതിൽ നിർമ്മിച്ച് അപകടം ഒഴിവാക്കുന്നതിനുമാണ് അജണ്ടയിലുണ്ടായിരുന്നത്. ഇതിന് 1.5 ലക്ഷം രൂപയുടെ അടങ്കലും തയ്യാറാക്കിയിരുന്നു. എന്നാൽ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് 4 മീറ്റർ വീതിയിൽ റാമ്പും 6 മീറ്റർ വീതിയിൽ ചവിട്ടുപടികളുമാണ് നിർമ്മിക്കേണ്ടതെന്നും അവിടെയുള്ള നഗരസഭയുടെ സ്ഥലം പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റണമെന്നും PM സുരേഷ് ആവശ്യപ്പെട്ടു. ടി സോമശേഖരനും ഇതിനെ പിന്തുണച്ചു. ബസ് ടെർമിനലിന് സമീപം നിർമ്മിക്കുന്ന ഷോപ്പിംഗ് മാളിലേക്ക് വഴിയൊരുക്കുന്നതിനാണ് പുതിയ നിർദ്ദേശമെന്നും ഇത് വികസനത്തിന്റെ ഭാഗമല്ലെന്നും കോൺഗ്രസ് അംഗം ബിജു സി ബേബി പറഞ്ഞു. വേണ്ടപ്പെട്ടവർക്ക് മാത്രമായി വഴി തുറന്നുകൊടുക്കുന്നതിനെ BJP അംഗം KK മുരളിയും എതിർത്തു. 2 രീതിയിൽ നിർദ്ദേശങ്ങൾ വന്നതോടെ ചെയർപേഴ്സൺ വോട്ടിനിടാൻ തീരുമാനിച്ചു. അജണ്ടയിലെ നിർദ്ദേശങ്ങളാണ് വോട്ടിനിടേണ്ടതെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഇതിന് അനുവദിക്കാതെ അടുത്ത അജണ്ടയിലേക്ക് കടന്നതോടെ ബഹളമായി. ബൈജു റോഡിൽ ഡീറ്റെയിൽ ടൗൺ പ്ലാൻ സ്കീമിൽ ഉൾപ്പെട്ട 38 സെന്റ് സ്ഥലം STP സ്ഥാപിക്കുന്നതിന് ഏറ്റെടുക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഏകകണ്ഠമായാണ് ഇതിന് തീരുമാനമെടുത്തതെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കാണിപ്പയ്യൂരിൽ സൈനിക യുദ്ധസ്മാരകം നിർമ്മിക്കുന്നതിന് സ്ഥലം അനുവദിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു.